എടാ സുജേഷേ, നീ ഈ അഡ്രസ്സിൽ കാണുന്ന ഫ്ലാറ്റിൽ പോയി അവിടുത്തെ വാഷിംഗ് മെഷീൻ ഒന്ന് സർവീസ് ചെയ്തു വാ. നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാ. 1 ഇയർ വാറണ്ടിയും ഫ്രീ സർവീസും എന്ന് കേൾക്കുമ്പോൾ ഒട്ടുമിക്ക കസ്റ്റമറും എന്തെങ്കിലും ചെറിയ കാരണം പറഞ്ഞ് വിളിപ്പിക്കും. നീ അതൊന്ന് പോയി നോക്കിയാട്ടെ. കടയുടെ സൂപ്പർവൈസർ മോഹനൻ സുജേഷിനെ അടുത്ത് വിളിച്ച് മേൽവിലാസം പറഞ്ഞപ്പോൾ അവൻ അഡ്രസ്സ് വായിച്ചു നോക്കി. പ്രേമലത, സ്കൈലോഡ് ബിൽഡിംഗ്, ഫ്ലാറ്റ് നമ്പർ 28. ഈശ്വര, കോളടിച്ചല്ലോ. പേരിലൊരു സൗന്ദര്യമൊക്കെയുണ്ട്. തൻ്റെ സഹപ്രവർത്തകനായ ഗോപേട്ടന് ഇടയ്ക്ക് കളിക്കാൻ കിട്ടുന്ന ആൻറ്റിമാരെ പോലെ തന്നെ ഇതും അങ്ങനെയുള്ളതാവണേ കർത്താവേ, അവൻ മനസ്സിൽ പ്രാർത്ഥിച്ചു. സുജേഷ് സ്ത്രീ വിഷയത്തിൽ അല്പം ഓവർ എക്സൈറ്റഡും ഇത്തിരി നെർവസുമാണ്. അവൻ ഇതുവരെ ഒരു പെണ്ണിനെയും കളിച്ചിട്ടില്ല. അതിനുള്ള അവസരം ഒത്തു വന്നിട്ടുമില്ല. എന്നാൽ കളിക്കാൻ കിട്ടണമെന്ന് മനസ്സിൽ അതിയായ ആഗ്രഹം കൊണ്ട് നടക്കുന്നവനാണ് സുജേഷ്. സഹപ്രവർത്തകർ കേടുവരുത്തുന്ന മെഷീനുകൾ നന്നാക്കാൻ വേണ്ടി പോകുന്ന വീടുകളിലും ഫ്ലാറ്റുകളിലും നടത്തുന്ന കാമകേളികളെക്കുറിച്ച് അറിയുമ്പോൾ അവൻ കൊതിയോടെ കേട്ടു നിൽക്കും. അപ്പോഴൊക്കെയും തൻ്റെ കളിക്കൊതി കൂട്ടുകാരുമായി ഇടയ്ക്കവൻ പങ്കുവെക്കാറുണ്ട്. അതുകൊണ്ട് പലരും ഇല്ലാക്കഥകൾ പറഞ്ഞ് അവനെ പറ്റിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ താനൊരു മദാലസയായ സ്ത്രീയുടെ ഫ്ലാറ്റിലേക്കാണ് പോകുന്നതെന്ന് ഓർത്തതും അവൻ വല്ലാതെ പലതും പ്രതീക്ഷിച്ചു. ടൂൾസ് കിറ്റും എടുത്ത് ഒരു മൂളിപ്പാട്ടും പാടി ബൈക്കിൽ ഞൊടിയിടയിൽ അവൻ ആ ഫ്ലാറ്റിലെ 10ാം നിലയിലെ റൂമിന് മുന്നിലെത്തി. കോളിംഗ് ബെൽ അമർത്തി. അകത്ത് കിളികൾ ചിലച്ചു. ശബ്ദം കേട്ട അവൻ പ്രതീക്ഷിച്ചതുപോലെ സുന്ദരിയായ ഒരു യുവതി വാതിൽ തുറന്നു. അവളെ കണ്ടപ്പോൾ അവൻ്റെ തൊണ്ട വരണ്ടു. എവിടെയൊക്കെയോ ചൂട് കയറുന്ന പോലെ അവന് തോന്നി. സാധാരണ ഫ്ലാറ്റിൻ്റെ ഡോർ തുറക്കുമ്പോൾ ടവൽ ഷോയിൽ നല്ല കിളിന്ത് ചേച്ചിമാരെ കിട്ടാറുണ്ടെന്ന് അവൻ്റെ കൊറിയർ സർവീസ് ഫ്രണ്ട് രാജൻ പറഞ്ഞ് ഒരുപാട് കേട്ടിട്ടുണ്ട്. കുളി കഴിഞ്ഞ് ടവൽ ഉടുത്തൊന്നുമല്ലെങ്കിലും നൈറ്റ് ഗൗണിലാണ് പ്രേമലത മാഡം ഉള്ളതെന്ന ഒരൽപ്പം ആശ്വാസം അവനെ വല്ലാതെ സന്തോഷിപ്പിച്ചു. അവളെ കാണാൻ അതിസുന്ദരിയാണ്. ഹിന്ദി നടിമാരെ പോലെയുണ്ട്. വെളുത്തു തുടുത്ത ഒരു മദാലസ. അവരെ കണ്ടതും അവൻ്റെ മനസ്സിൽ ലഡു പൊട്ടി. എന്തൊക്കെയോ പ്രതീക്ഷകൾ അവൻ്റെ മനസ്സിൽ നാമ്പിട്ട് തുടങ്ങി. മാഡം, ഞാൻ വാഷിംഗ് മെഷീൻ സർവീസ് ചെയ്യാൻ വന്നതാണ്. ഷോപ്പിൽ നിന്ന് പറഞ്ഞു വിട്ടതാണ്. അല്പം വിറയാർന്ന ശബ്ദത്തോടെ വല്ലാത്ത വിനയത്തോടെ അവൻ പറഞ്ഞു. യെസ്, ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. അകത്ത് വരൂ. പ്രേമലത മധുരമായി തൻ്റെ നിരപ്പൊത്ത തൂവെള്ളപ്പല്ലുകൾ പുറത്തു കാട്ടി വല്ലാത്തൊരു പുഞ്ചിരി നിറച്ചുകൊണ്ട് മുഴിഞ്ഞു. അത് കണ്ടതും അവൻ്റെ മനസ്സിൽ 1000 പൂത്തിരികൾ ഒരുമിച്ച് കത്തി. സുജേഷ് മെല്ലെ അകത്ത് കയറി. അകത്ത് AC-യുടെ കുളിർമ അവൻ്റെ ശരീരം ആസകലം ബാധിച്ചു. പ്രേമലത മുന്നിൽ നടന്നു. പ്രേമലത എന്ന സൗന്ദര്യധാമം അവന് മുന്നിൽ ഒരരയണം നടക്കുന്നത് പോലെ അവന് തോന്നി. ഓരോ മുറിയും കടന്ന് വർക്കേരിയയിൽ എത്തിയപ്പോൾ മാത്രമാണ് അവൻ അവളുടെ പിന്നഴകിൽ നിന്നും തൻ്റെ കണ്ണുകൾ പറിച്ചു മാറ്റിയത്. ഓരോ നടത്തത്തിലും അത് തുള്ളിത്തുളുമ്പുകയായിരുന്നു. ലാസ്യലയഭാവത്തോടെ ഇളകുന്ന ശരീരത്തിൻ്റെ ചലനങ്ങളുടെ വ്യക്തതയ്ക്ക് അവരുടെ വസ്ത്രം ഒരു തടസ്സമേ ആയിരുന്നില്ല എന്നവന് തോന്നി. അവന് വാഷിംഗ് മെഷീൻ കാണിച്ചു കൊടുത്തു. പിന്നെ അവർ ജനലിനരികിൽ നിന്നു. പുറത്തു നിന്നും വരുന്ന പ്രകാശരശ്മികൾ പ്രേമലതയെ പൊതിഞ്ഞ് ഒരു എക്സ്റേ ചിത്രം പോലെ സുതാര്യമായ വിഷ്വൽസ് അവന് വല്ലാത്ത തൃപ്തി തോന്നി. ജോലി ചെയ്യുന്നതിനിടയിൽ അവൻ ഇടയ്ക്കിടെ അങ്ങോട്ട് പാളി നോക്കി. അപ്പോഴൊക്കെയും അവരുടെ മുഴുത്ത അങ്കലാവണ്യങ്ങൾ അവൻ കൺകുളിർക്കി കണ്ടു. അതൊക്കെ അവനെ മറ്റൊരു ലോകത്തെത്തിച്ചു. മൊബൈലിൽ റീൽസുകൾ സ്ക്രോൾ ചെയ്യുകയായിരുന്ന പ്രേമലത ഇതൊന്നും അറിഞ്ഞില്ല. സുജേഷ് വാഷിംഗ് മെഷീൻ പരിശോധിക്കാൻ തുടങ്ങി. വളരെ വേഗത കുറച്ചാണ് അവൻ തൻ്റെ ജോലി ചെയ്യാൻ തുടങ്ങിയത്. ഈ സമയം പ്രേമലത സുജേഷിന് കുടിക്കാനുള്ള ജ്യൂസ് തയ്യാറാക്കാൻ തുടങ്ങി. സുജേഷ് 1-2 വട്ടം വാഷിംഗ് മെഷീൻ ഓൺ ചെയ്ത് ഓഫ് ചെയ്തു നോക്കി. വാട്ടർ കണക്ഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് തെറ്റിക്കിടന്നിരുന്നു. അവനത് ശരിയാക്കാൻ ചില പാട്ട് അഴിച്ചെടുക്കാൻ തുടങ്ങി. അതിനിടെ സൗന്ദര്യത്തിൻ്റെ നിറകുടമായ പ്രേമലത ഒരു ഗ്ലാസ് ജ്യൂസ് അവന് കൊടുത്തു. സുജേഷ് അത് വാങ്ങിയപ്പോൾ അവൻ മനഃപൂർവ്വം അവളുടെ വിരലുകളിൽ ഒന്ന് കൈയോടിച്ചു. അവർക്കതിൽ എതിർപ്പൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവന് വല്ലാത്ത സന്തോഷം തോന്നി. തുടക്കം അങ്ങനെയാവണമെന്ന് ഗോപേട്ടൻ അവനോട് പലതവണ പറഞ്ഞത് അവൻ ഓർത്തു. ജ്യൂസ് കുടിക്കുന്നതിനിടയിൽ അവൻ അവളെ ഒന്ന് നോക്കി. അവൻ തെല്ലൊന്ന് അമ്പരന്നു. അവൾ തൻ്റെ നൈറ്റ് ഗൗൺ മുട്ടോളം പൊക്കിക്കുത്തി വച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ വെളുത്തു തുടുത്ത കണങ്കാലുകൾ അനാവൃതമായി അവന് മുന്നിൽ തെളിഞ്ഞു നിന്നു. അവൻ കൊതിയോടെ അത് നോക്കിക്കൊണ്ട് ജ്യൂസ് നുണഞ്ഞിറക്കി. ജ്യൂസ് കുടിച്ചിട്ട് ഗ്ലാസ് തിരികെ കൊടുത്തു.
അത് വാങ്ങിക്കുമ്പോൾ പ്രേമലതയുടെ വിരൽ അവൻ്റെ വിരലിൽ സ്പർശിച്ചെന്ന് അവന് തോന്നി. അല്ല, തോന്നലല്ല, ശരിയാണ്. ഒരു നിമിഷം ആലോചിച്ചതും അവൻ്റെ സിരകളിൽ കാമം കത്താൻ തുടങ്ങി. അതോടെ സുജേഷ് നെർവസായി. അവൾ ഗ്ലാസുമായി സ്ലാബിനരികിലേക്ക് നടന്നു. അവൻ അവളുടെ താളത്തിൽ തത്തിക്കളിച്ച പിന്നഴക് നോക്കി കൊതിയോടെ നിന്നു. ഗൗൺ പൊക്കി കുത്തിയപ്പോൾ അതിന് കുറച്ചുകൂടി മുഴുപ്പ് കൂടിയതുപോലെ അവന് തോന്നി. പിന്നെ അവൾ ആരോടോ മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. അവൾ അലക്ഷ്യമായി നിന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ മനസ്സിലെ ആശങ്കകൾ കൂടിക്കൂടി വന്നു. സാഹചര്യമൊത്തു വന്നെങ്കിൽ കുടിക്കാൻ എന്തെങ്കിലും ചോദിക്കണം. ശേഷം ഗ്ലാസ് കൈമാറുമ്പോൾ വിരലിൽ ഒന്ന് തൊടണം. അപ്പോൾ അവരുടെ പ്രതികരണം നല്ല രീതിയിലാണെങ്കിൽ അവർ ഗ്രീൻ സിഗ്നൽ തന്നതുപോലെയാണ്. പിന്നെ അവൾ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണെങ്കിൽ ഉറപ്പാണ് അവൾ കളിക്കാൻ തരുമെന്ന്. അങ്ങനെയാണെങ്കിൽ കയറി അങ്ങ് പിടിച്ചോളുക, ബാക്കി അവരായിക്കോളും. ഗോപേട്ടൻ്റെ വാക്കുകൾ അവൻ്റെ മനസ്സിൽ ഒഴുകിയെത്തിയ നിമിഷങ്ങളായിരുന്നു അത്. ഇതാണ് പറ്റിയ അവസരം, കയറി ഒന്ന് പിടിച്ചു നോക്കിയാലോ? അവൻ്റെ മനസ്സ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. സുജേഷ് ജോലിക്കിടയിൽ മാഡത്തിൻ്റെ ഭാവങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ഫോണിൽ കൂടി ആരോടോ അവർ ശൃംഗാരത്തിൽ സംസാരിച്ചു കൊണ്ടാണ് നിൽപ്പ്. അവിടെ നിന്നും കിട്ടുന്ന കൊഞ്ചിക്കുഴഞ്ഞുള്ള സംസാരത്തിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ട് അവരിനി ഏത് നിമിഷവും അത് മുഴുവൻ തന്നിലേക്ക് ചൊരിയുമെന്നവൻ വല്ലാതെ പ്രതീക്ഷിച്ചു. ജോലി പൂർത്തിയാക്കി നിവർന്നു നിന്നപ്പോൾ അവനെ പിന്നിൽ നിന്നും വെളുത്തു തുടുത്ത 2 കരങ്ങൾ മുറുകെ കെട്ടിപ്പുണർന്നു. ഒരു നിമിഷം അവനൊന്ന് ഞെട്ടി, പിന്നെ സന്തോഷിച്ചു. ഹോ ഈശ്വര, എൻ്റെ പ്രാർത്ഥന നീ കേട്ടു. പ്രേമലത, എൻ്റെ സ്വപ്ന കാമറാണി. അവൾ ഇത്ര പെട്ടെന്ന് തന്നെ കെട്ടിപ്പുണരുമെന്ന് അവൻ മനസ്സിൽ പോലും കരുതിയില്ല. അവൻ ഗോപേട്ടനെ മനസ്സുകൊണ്ട് സ്തുതിച്ചു. സുജേഷ് കിടന്ന് പൊളഞ്ഞു. അവൻ്റെ ഭാവം മാറി തുടങ്ങി. ഞൊടിയിടയിൽ അവൻ വിയർത്തു കുളിച്ചു. അവൻ തൻ്റെ ചുണ്ടുകൾ കടിച്ചുകൊണ്ട് ആ കരങ്ങൾ വിറയലോടെ തടവി. എന്തൊരു സോഫ്റ്റാണ് ആ കൈകൾക്ക്. ആദ്യമായി തനിക്കൊരു സ്ത്രീയുമായി കളിക്കാനുള്ള അവസരം കിട്ടിയിരിക്കുന്നു. അങ്ങോട്ടൊന്നും പറയാതെ തന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടു വന്ന സുന്ദരിയായ സ്ത്രീ. അവൻ സ്വയം മതിമറന്നു. പിറകിൽ നിന്നുള്ള പിടുത്തം മുറുകുന്നത് അവൻ അറിഞ്ഞു. ഇവൾക്ക് ഇത്ര കാമമോ? ഇന്ന് ഞാനിവളെ കളിച്ചു മരിക്കും. അവൻ സന്തോഷത്തോടെ അങ്ങനെ ആലോചിച്ചുകൊണ്ട് അവളുടെ നിതംബങ്ങൾ പിടിച്ചുടയ്ക്കാൻ പിന്നിലേക്ക് കൈകൾ കൊണ്ടുപോയതും പ്രേമലതയുടെ ഉറച്ച ശബ്ദം ഉയർന്നു. കുഞ്ഞൂട്ടാ, വിട്, പാവമല്ലേ മോൻ്റെ അങ്കിൾ. പ്രേമലതയുടെ വാക്കുകൾ കേട്ട് സുജേഷ് ഞെട്ടി. പിന്നെ തിരിഞ്ഞു നോക്കി. മമ്മിയുടെ ശബ്ദം കേട്ട കുഞ്ഞൂട്ടൻ സുജേഷിനെ തൻ്റെ കരവലയത്തിൽ നിന്നും മോചിപ്പിച്ചു. ഞെട്ടിത്തിരിഞ്ഞ സുജേഷ് നോക്കിയപ്പോൾ മുടിഞ്ഞ വണ്ണവും പൊക്കവുമുള്ള ഒരു ഭിന്നശേഷി പയ്യൻ. സുജേഷിന് കടുത്ത നിരാശ തോന്നി. ഛേ, താൻ അറിഞ്ഞതും മനസ്സിൽ ആഗ്രഹിച്ചതും വെറുതെയായിപ്പോയല്ലോ എന്ന നിരാശ അവൻ്റെ മുഖത്ത് വല്ലാതെ നിഴലിച്ചു. മാഡത്തിൻ്റെ മോനാണോ? അല്പം നേരത്തെ പരിഭ്രമം മാറിയപ്പോൾ സുജേഷ് വിറയലോടെ പ്രേമലതയോട് ചോദിച്ചു. അതെ, ഞങ്ങളുടെ ഒരേ ഒരു മോൻ കുഞ്ഞൂട്ടൻ. പ്രേമലത പറഞ്ഞത് കേട്ട് തലയ്ക്കടി കിട്ടിയതുപോലെ അവൻ നിന്നു. പിന്നെ എളിഭ്യനായി അവൻ ഫ്ലാറ്റ് വിട്ട് ഷോപ്പിലേക്ക് തിരിച്ചു. അന്ന് കടയിൽ പുതിയൊരാൾ ജോയിൻ ചെയ്തിരുന്നു. സുജേഷ് അവനോട് തനിക്കുണ്ടായ അനുഭവങ്ങൾ മറച്ചുവെച്ച് പുതിയ കഥകൾ മെനഞ്ഞുണ്ടാക്കി അവനെ അറിയിച്ചു. ഓരോ വീടുകളിലും പോകുമ്പോൾ അവസരം ഒത്തുവന്നാൽ കിട്ടുന്ന കളിസുഖം എന്താണെന്ന് അവൻ വിവരിച്ചു തുടങ്ങി. എനിക്കിന്ന് അങ്ങനെ ഒരെണ്ണത്തിന് കിട്ടി. നല്ല സൂപ്പർ ചരക്കായിരുന്നു, മുറ്റ് സാധനം. സുജേഷ് പറഞ്ഞു തുടങ്ങിയപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് പ്രേമലതയും ഭിന്നശേഷിക്കാരനായ മകനും കടന്നു വന്നെങ്കിലും നേരെ തിരിച്ചാണ് സുജേഷ് പുതിയ പണിക്കാരൻ പയ്യനോട് കഥ മെനഞ്ഞത്.